ഈ കണ്ണാടി എന്നാ കറുത്തിരിക്കുന്നത്. നീ നോക്കുമ്പോ എല്ലാം അങ്ങനെയല്ല. ഇത് വർക്ക് ചെയ്ത് मैं तुम्हारा माप नहीं कीजिए. ഇത് വർക്ക് ചെയ്യണ്ടല്ലോ. എന്നാ പിന്നെ കിടക്കുക. അയ്യോ ഞാൻ വെടിവെക്കൂല. അയ്യോ എനിക്കാരും വിളിക്കുന്നു. എന്താടോ ഇന്നലെ രാത്രി ഒരു വെടിവെച്ച കേട്ടല്ലോ. വേഗം കവലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മെമ്പർ എല്ലാവരും അവിടെ കാത്തു നിൽക്കുക. വാടാ നിങ്ങളൊന്ന് കട്ടക്ക് കൂടെ വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. കഥാ തിരക്കഥാ സംഭാഷണം അച്ചു. സമയം രാത്രി 12 മണി കഴിഞ്ഞാണ്. ഞങ്ങളിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോവുക. പെട്ടെന്ന് താഴെ കോയക്കൻ്റെ ആട് നിർത്താണ്ട് കരയാണ്. രണ്ടും കൽപ്പിച്ച് ആ ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ കത്തി ജോലിച്ച് ഇങ്ങനെ നിൽക്കുക. എന്ത് ടോർച്ച? അല്ല, കണ്ണുകൾ. പൊന്തക്കാട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഓട്ടന്നെ ചേട്ടായി മുണ്ടും മടക്കി കുത്തി ഒരു ഒറ്റ ചാട്ടാ താഴത്തേക്ക്. കഥയിൽ ഇന്നും കൂടി കൂട്ടടോ. നീ ഉറങ്ങല്ലേ? പെട്ടെന്ന് താഴേന്ന് നീട്ടിയൊരു വിളിയാണ്. എടാ അച്ചുവേ അച്ചുവേ. ഈ ആടാണെങ്കിൽ നിർത്താണ്ട് പോരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടായി ധൃതിയിൽ തോക്കെടുക്കാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ പോയിട്ട് തോക്കെടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ചേട്ടായി ഇതെടുത്ത് ഉന്നം പിടിച്ചപ്പോഴേക്കും പൊന്തക്കാട്ടി നേട്ടത്തൊരു ചാട്ട. എന്തുട്ടാ? പുലി. നല്ല 1-ാം തരം പുലി. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനിയും കൂടി കൂട്ട്. നീ എണിറ്റില്ലെന്ന് വിളിക്കണീപ്പിക്ക്. അപ്പൊ നമ്മുടെ ചേട്ടായി ഒരു മരത്തിന്റെ മറവിലേക്ക് അങ്ങോട്ട് മാറിയെന്ന്. എന്തിനും വേണമല്ലോ ഒരു മറയൊക്കെ. അപ്പൊ പുലിയോ? ചേട്ടനോ പുലി പൊന്തക്കാട്ടിന് ചാടി ഇറങ്ങി നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോ അവിടെ പുലി, ഇവിടെ പീലി, ഇവിടെ പീലി, അവിടെ പുലി. നടുക്ക് നമ്മുടെ കോയക്കട ആടും. ചേട്ടായി തോക്കെടുത്ത് ഉന്നം പിടിച്ചു. അപ്പൊ പുലിയോ? പുലി ചാടി നിക്കല്ലേ? അതെ. ചേട്ടായി കാഞ്ചി വലിയ റെഡിയായി നിന്നു. അപ്പൊ പുലിയോ? കഥയിൽ ചോദ്യമില്ല, ബാക്കി ഞാൻ പറയാം. ഒന്നിട്ട് മാറി. പിന്നെ ഞങ്ങൾ നോക്കുമ്പം പുലിയോ? പുലി അയ്യന്റെ അമ്മയെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട്. പക്ഷെ വെടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഭാഗത്തേക്ക്. വെടികൊണ്ട പുലിയാ. ചത്തിട്ടില്ലേ അവൻ തിരിച്ചു വരും. എന്തായാലും ഇനി നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അതന്നെയാണ്ടോ ഞങ്ങൾക്കും വേണ്ട അല്ലേ? എവര് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രിയുള്ള യാത്ര വേണ്ട. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരെയാ പുലിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തേൻമിഠായി ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. എന്താ? പട്ടിയില്ലേ? എന്താന്ന്? അല്ല, അച്ഛനില്ലേ? എന്നത്തിനാ? ഉണ്ട വാങ്ങാൻ. ഉണ്ടയോ? യെസ്, ഉണ്ട. വെടിയുണ്ട. അപ്പൊ കുട്ടിയൊന്നും അറിഞ്ഞില്ല. കഷ്ടം. ഘോര സംഘടനമായിരുന്നില്ലേ? ആരുമായിട്ടായിരുന്നു ഘോര സംഘടനം? മറ്റാര്? പുലിയും പിന്നെ ഞാൻ കേട്ടത് അങ്ങനെ അല്ലല്ലോ. പുലിയും പിന്നെ പീലിയും എന്നാണല്ലോ. അല്ല, പുള്ളി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ മാറിയിക്കാൻ പറ്റൂല. ഈ ധീരനായി പോയതിന്റെ ഓരോ പ്രശ്നങ്ങളെ. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ പുലിയായിട്ടൊക്കെ നമ്മൾ സംഘടനത്തിൽ ഏർപ്പെടുമ്പോ ഈ ഷോൾഡർ വേദനെടുക്കോ? പിന്നെ വേദനിക്കും ഏർപ്പെട്ടവർക്ക്. അതെ, ഒരു മിനിറ്റ്. അത് കുട്ടി പറയണോണ്ടൊന്നും തോന്നരുത്. ഇന്നലെ ആ തേൻമിഠായി കഴിച്ചപ്പോ മുതല് എന്താന്നറിയില്ല, ഉള്ളിന്നൊരു വീങ്ങല്. നന്നായിട്ടൊന്ന് വയറിളക്കാൻ മാറിക്കോളും. അയ്യേ മോളെ, ഇതൊന്ന് തുറക്ക്. എന്താണോ? അത് ഉണ്ട വാങ്ങാൻ ഇവിടെ വന്ന് വാങ്ങാൻ പറഞ്ഞായിരുന്നു. അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ, ആ ഷെൽഫിൽ നിന്ന് പെലറ്റ്സ് എടുത്ത് കൊടുക്ക്.
എന്ത് തള്ളാണോ തള്ളിയത്? നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഞാനോ? ക്ലൈമാക്സ് ഞാനല്ലേ ഉണ്ടാക്കിയേ. ക്ലൈമാക്സ് ഇല്ലേ മൊത്തം പോയില്ലേ? ആരാത്? ഞാനല്ല. ആരാണത്? പാമ്പ്. എന്താ? പാമ്പ്. ഭാര്യയും ഭർത്താവുണ്ടല്ലോ. ഏതാട്ടാ അത്? ഒടിഞ്ഞ നേരെ പാമ്പിന്റെ വായിലേക്കാം. ഞാൻ ആട്ടല്ല, പേടിച്ചിട്ട് കൈ വിറക്കില്ല. അയ്യോ, ഇങ്ങോട്ട് വരില്ല. പാമ്പ് പാമ്പ്. സ്നേക്ക് സ്നേക്ക്. ചാടി അപ്പുറത്ത് മരത്തിൽ കയറിക്കോ. എന്നിട്ട് ഇങ്ങനെ കാല് നോക്കി ഇന്നാ മതി. അല്ലെങ്കിൽ കുട്ടി ഓടി രക്ഷോട്ടോളൂ. പൊയ്ക്കോ. വിറകൊക്കെ പിന്നെ പൊറുക്കാ. പൊയ്ക്കോ. എന്തൊക്കെയാ കാണിക്കുക? കുട്ടി വേണ്ട. കൊത്തു. പെട്ടെന്ന് വാട്ടി കിട്ടിയില്ല, അതുകൊണ്ടാ. എണ്ണ ചേരാൻ വന്നതാ. അയ്യേ, അതൊന്നല്ല, ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടിട്ട്. പാമ്പിന്റെ കാര്യം നമ്മളതിന്റെ റൊമാൻറ്റിക് മൂഡ് നശിപ്പിച്ചില്ലേ അല്ലേ? ശരിക്കും ഞങ്ങൾക്ക് പാമ്പിനെ മാത്രമേ പേടിയുള്ളൂ. സിംഹം പുലിക്കാണെങ്കിൽ നോക്കണ്ട. പിന്നെ ഞങ്ങൾ പിടിച്ച കിട്ടില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓവറാക്കരുത്. പുലിന്റെ എന്താ ഉദ്ദേശിച്ച്? വായിക്കത് മനസ്സിലായില്ല, പാവം. വാൾ. അതെ അതെ, ഒരു മിനിറ്റ്. ഇവിടെ നടന്ന കാര്യങ്ങളായിട്ട് പറയണ്ട കേട്ടോ. ഫോറസ്റ്റ് കേള് കുഴപ്പമില്ലല്ലോ ബൈ. ഒരു വിറകായുധം കയ്യിൽ നല്ല. ഇനി ധൈര്യമായിട്ട് നടത്തും. പാമ്പിനെ കണ്ട് പേടിച്ചു വന്നേക്കണ് ഒരു വേട്ടക്കാരൻ ശിഷ്യനും. ഇത് കേട്ടാ, ഉണ്ടകൾ. പൈലറ്റ്സ് അല്ലടാ, പെല്ലറ്റ്സ്. അതെന്തായാലും ഉണ്ടയാണ്. ഈ ഉണ്ടബന്ധത്തിലൂടെ ഞാൻ ആ തേൻമിഠായി സ്വന്തമാക്കും. നെഞ്ചത്ത് ഉണ്ട കൊള്ളാതെ നോക്കിക്കോ. മതി വൃത്ത്. നമ്മൾ ഇന്ന് തന്നെ പൊക്കുന്നു. ആരെ? അനുദേച്ചിനെയോ? വിഗ്രഹം. ദേവരുടെ വിഗ്രഹം. ഇമ്മാതിരി ആവശ്യമില്ലാത്ത ബന്ധവും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലടാ. കറക്റ്റ്. ഇന്ന് രാത്രി സാധനം അടിച്ചു മാറ്റി നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ കാടിറങ്ങിയിരിക്കും. അത് ചേട്ടായി, രേവതി. അത് തന്നെ പറഞ്ഞത്. ചില ബന്ധങ്ങൾ നമ്മളിവിടെ പിടിച്ചു നിർത്തും. നമ്മളെന്തായാലും പോകേണ്ടത്. അത് എത്രയും പെട്ടെന്നാവുന്നു അത്രയും നല്ലത്. ബായി പറഞ്ഞാൽ ശരി. സെന്റിമെന്റ്സ് അകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം അലമ്പാവും. ഇവന്റെ ഒരു രേവതി. നോക്കി നിൽക്കാതെ തോക്കെടുക്കടാ. ബായി തോക്കെടുത്തോ, ഞാൻ ഉണ്ടെടുക്കാം. ഉണ്ടെന്തിനാ എറിയാനാ? രണ്ട് പാമ്പുകളെ കണ്ടപ്പോ പേടിച്ച് മരത്തിൽ തൂങ്ങിയ ആളുകളാണ്. ആ അമ്പലത്തിന്റെ ഉള്ളിലേ ഒടുക്കത്തെ വിഷമുള്ള പാമ്പുകളാണ്, സർപ്പങ്ങള്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവല്ലേ? എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്താ അഭിപ്രായം? ഇന്റെ ബായി ഇത് സിമ്പിൾ ആണ്. ഇന്ന് അനുദേവം ചെയ്യുന്ന ഞാൻ കണ്ടുപഠിച്ചതല്ലേ. ഒരു കോലെടുക്കിന് പാമ്പിന്റെ മിഡിലായിട്ട് തോണ്ടിന് കട്ടിലേ വലിച്ചെറിയുന്നു. പാമ്പുകളുടെ എണ്ണം കൂടുതലുണ്ട്. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇതൊരു വിഷയേ അല്ല. പിന്നെ ബായി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇവിടുത്തെ പാമ്പുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. എന്നാ 2 അടിച്ചിട്ട് പോവല്ലേ? പിന്നെ അല്ലാണ്ട് എന്നാ ഒന്നുകൂടെ എടുക്കടത്തോ.